BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ലേബർ മാർക്ക് റെഗുലേറ്ററി അതോറിറ്റി ജനുവരി 12 മുതൽ 18 വരെ 636 പരിശോധന നടത്തി. 21 നിയമലംഘകരായ തൊഴിലാളികളെ പിടികൂടുകയും 118 നിയമലംഘകരെ നാട് കടത്തുകയും ചെയ്തു. LMR വിവിധ ഗവർണറേറ്റുകളിൽ 624 പരിശോധന നടത്തി. കൂടാതെ 12 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും നടന്നു. തൊഴിൽ മാർക്കറ്റിന്റെ സ്ഥിരതയെ ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷയ്ക്ക് ഹാനികരമായതോ ആയ ലംഘനങ്ങളെയും പ്രവൃത്തികളെയും തടയുന്നതിന് എല്ലാ ഗവർണറേറ്റുകളിലുമുള്ള പരിശോധനാ ക്യാമ്പയിനുകൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ ഏജൻസികളുമായി സംയുക്തമായി പ്രവർത്തനം തുടരുമെന്ന് LMRA ഉറപ്പു നൽകി. നിയമവിരുദ്ധമായ തൊഴിൽ പ്രവർത്തനങ്ങളെ നേരിടുന്നതിൽ സർക്കാർ ഏജൻസികളുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിച്ചു. ലംഘനങ്ങളെ LMRA വെബ്സൈറ്റായ www.lmra.gov വഴിയോ അതോറിറ്റിയുടെ കോൾ സെന്ററായ 17506055 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാമെന്നും LMRA അറിയിച്ചു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ 5ാം വാർഷിക പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ്, പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ, ജനറൽ സെക്രട്ടറി ഷൈജിത്ത് എന്നിവർ പങ്കെടുത്തു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററിന്റെ 5ാം വാർഷിക പരിപാടികൾ കുവൈറ്റ് സിറ്റിയിലുള്ള കോസ്റ്റ ഡെൽ സോൾ ഹോട്ടലിൽ വെച്ച് 2025 ജനുവരി 25 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർഷിക പരിപാടി ഡോക്ടർ ഷെയ്ഖ റഖാൻ അൽ സബ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെയും കുവൈറ്റിലെയും പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ഭാരവാഹികൾ അറിയിച്ചു. IYCC ബഹ്റൈൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വെബിനാർ സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ പഠനം എന്ന വിഷയത്തിൽ KPCC അംഗവും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് വിഷയാവതരണം നടത്തി. ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള ഭരണഘടനാ ശില്പികളെ സംബന്ധിച്ച് സംസാരിച്ചു. IPC സെക്ഷനുകളുടെ പേര് മാറ്റി ഇത് ഞങ്ങളുടെ സംഭാവനയാണെന്ന് ഭാവിയിൽ പറയിപ്പിക്കാനുള്ള ഉദ്ദേശമാണ് കേന്ദ്ര ഭരണകർത്താക്കൾ ശ്രമിച്ചു പോകുന്നത്. എന്നാൽ ഭരണഘടനാ സമിതിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ആളുകളുടെ സംഭാവന ഉണ്ടായിട്ടില്ല. ഇന്ന് ഭരണഘടന തകർക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന മന്ത്രി തന്നെ ഭരണഘടനയെ അവഹേളിച്ചിട്ടും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് സംസ്ഥാന സർക്കാർ ഭരണഘടന അവഹേളനം നടത്തുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. IYCC ബഹ്റൈൻ IT ആൻഡ് മീഡിയ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സൂം ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പരിപാടി നടന്നത്. പരിപാടിക്ക് IYCC ദേശീയ ട്രഷറർ ബെൻസി ഗനിയുടെ IYCC ദേശീയ മുൻ പ്രസിഡന്റ് ജിതിൻ പരിയാരം ആശംസകൾ നേർന്നു. ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും IT മീഡിയ കൺവീനർ ജമീൽ കണ്ണൂർ നന്ദിയും അറിയിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ സാഹിത്യ വിഭാഗമായ സൃഷ്ടിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളിൽ MT എന്ന ശീർഷകത്തിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. KPA ടുബ്ലി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണം KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുധൻ സ്വാഗതം ആശംസിച്ചു. അനുസ്മരണ പ്രമേയം സൃഷ്ടി സാഹിത്യവേദി കൺവീനർ വിനു ക്രിസ്റ്റി അവതരിപ്പിച്ചു. നിസാർ കൊല്ലം മോഡറേറ്ററായിരുന്ന സമ്മേളനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ജേതാവും പ്രവാസി സാഹിത്യകാരനുമായ നാസർ മുതുകാട് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്ഷരവേദി ബഹ്റൈൻ കോർഡിനേറ്ററും സാഹിത്യകാരനുമായ ജോർജ് വർഗീസ്, അക്ഷരവേദി സാഹിത്യ പ്രവർത്തകൻ സാബു പാല എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇതിഹാസതുല്യമായ ജീവിതമായിരുന്നു MTയുടേതെന്ന് നാസർ മുതുകാട് അഭിപ്രായപ്പെട്ടു. ലളിതമായ ഭാഷാശൈലി, സൂക്ഷ്മമായ രചനാ വൈഭവം എന്നിവ കൊണ്ട് മലയാള ഭാഷയെ ഉന്നതിയിലെത്തിച്ചു. MT എന്ന രണ്ടക്ഷരം മലയാളിത്തമുള്ള അക്ഷരങ്ങളായി മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഇനിയൊരു 2 തലമുറ കൂടി MTയെ വായിക്കുമെന്നും സമ്മേളനം അനുസ്മരിച്ചു. വായനയുടെ ലോകത്തേക്ക് പുതുതലമുറ കടന്നു വരണമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. KPA സെക്രട്ടറി രജീഷ് പട്ടാഴി, സൃഷ്ടി കൺവീനർ ബിജു ആർ പിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു. KPA ട്രഷറർ മനോജ് ജമാൽ നന്ദി രേഖപ്പെടുത്തി. കഴിഞ്ഞ 18 വർഷക്കാലത്തെ ബഹ്റൈൻ പ്രവാസം മതിയാക്കി ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് പോകുന്ന മുൻ പാലക്കാട് ജില്ലാ KMCC പ്രവർത്തക സമിതി അംഗവും സജീവ പ്രവർത്തകനുമായ ഹുസൈൻ മുണ്ടക്കോട്ട് കുറിശിക്ക് KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി മനാമ സംസ്ഥാന KMCC ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് നൽകി. സംസ്ഥാന KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ സാഹിബ് ഹുസൈന് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി. സംസ്ഥാന KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര,
വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, ജില്ലാ KMCC പ്രസിഡന്റ് ഇൻമാസ് ബാബു, മുൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായമംഗലം, വൈസ് പ്രസിഡന്റ് അൻവർ കുമ്പിടി, പ്രവർത്തക സമിതി അംഗങ്ങളായ കബീർ നെയ്യൂർ, മുബാറക് മലയിൽ, ഉസൈന്റെ ഭാര്യ ഷംന, മക്കൾ ഇജാൻ, അജാൽ, അയാഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മനാമ സെൻട്രൽ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനും പ്രൊഫഷണൽ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന MCMA ബഹ്റൈൻ്റെ പുതിയ ലോഗോ പ്രകാശനം മനാമയിൽ വെച്ച് നടന്നു. മനാമ MPയും ബഹ്റൈൻ പാർലമെന്റിന്റെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ മുഹമ്മദ് അബ്ദുൽ വാഹിദ് ഗറാത്ത പുതിയ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രകാശന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ സലാം മമ്പാട്ടുമുല, സെക്രട്ടറി അനീസ് സാബു, ട്രഷറർ ലത്തീഫ് മരക്കാട്ട്, അസിസ്റ്റന്റ് ട്രഷറർ ശ്രീജേഷ് വടകര, ജോയിന്റ് സെക്രട്ടറി ഷവീൽ യൂസഫ്, വൈസ് പ്രസിഡന്റ് മുനീർ വല്ലേക്കോട്, വൈസ് പ്രസിഡന്റ് മജീദ് TP, മെമ്പർഷിപ്പ് കൺവീനർ മുജീബ് റഹ്മാൻ ധരാസി എന്നിവരും പങ്കെടുത്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. കഴിഞ്ഞ വർഷം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 66 പേരാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം 5597 പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 2023 516 മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണെന്നും കണക്കുകൾ പറയുന്നു. 2024 7252 കോവിഡ് കേസുകളാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തത്. നാടിനെ ഞെട്ടിച്ച പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. വിധി പ്രസ്താവം കേട്ട് ഗ്രീഷ്മയും മാതാപിതാക്കളും കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു. ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രായം കുറഞ്ഞ പ്രതിയായി ഗ്രീഷ്മ മാറുകയാണ്. ഷാരോൺ രാജ് വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും കോടതി നിരീക്ഷിച്ചു. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് MM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മ നടത്തിയത് സമർത്ഥമായ കുറ്റകൃത്യമെന്നും കോടതി വിലയിരുത്തി. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവന് കോടതി 3 വർഷം തടവും വിധിച്ചു. അന്വേഷണം വഴിതിരിച്ചുവിട്ട കുറ്റത്തിന് കോടതി 5 വർഷം തടവും 50,000 രൂപ പിഴയും, കൊലപാതകത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവും കൊലപാതകത്തിന് വധശിക്ഷയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൊഴുത് നന്ദി പറഞ്ഞ ഷാരോൺ രാജിന്റെ മാതാപിതാക്കൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയായും വധശിക്ഷ കാത്തുനിൽക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ സ്ത്രീയായും ഗ്രീഷ്മ മാറുകയാണ്. ഷാരോൺ രാജ് വധക്കേസിൽ അപൂർവങ്ങളിൽ അപൂർവമാണെന്നും കോടതി നിരീക്ഷിച്ചു. കോട്ടയം ഇല്ലിക്കലിൽ ഷാപ്പിന് മുന്നിൽ വാക്ക് തർക്കത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ വയോധികൻ മരിച്ചു. പ്രദേശത്തെ മീൻപിടുത്തക്കാരനായ ഇല്ലിക്കൽ പ്ലാത്തറ റെജിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ മധ്യവയസ്കനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. ഇല്ലിക്കൽ ഷാപ്പിന് മുൻപിൽ ഇരുവരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുകയും പ്രതിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിക്കൊണ്ട് റെജിക്ക് കുത്തേൽക്കുകയുമായിരുന്നു. കുത്തുകൊണ്ട റെജി 15 മിനിറ്റോളം വീണ് കിടന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും വഴി മധ്യേ മരണം സംഭവിച്ചു. കുമരകം പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.